എക്സിന് കിഴക്കാണ് വൈ, സെഡിന് വടക്കാണ് എക്സ്, സെഡിന് തെക്കാണ് പി എങ്കിൽ വൈയുടെ ഏത് ദിശയിലാണ് പി? ഓപ്ഷൻസ്: എ വടക്ക്, ബി കിഴക്ക്, സി തെക്ക് കിഴക്ക്, ഡി തെക്ക് പടിഞ്ഞാറ്. നമുക്ക് ഇങ്ങനെയൊരു പ്രോബ്ലം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഡയറക്ഷൻ്റെ ഫിഗർ വരച്ചാലേ നമുക്കത് ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം ഡയറക്ഷൻ്റെ ഒരു ഫിഗർ വരയ്ക്കാം. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. അപ്പം നോർത്ത് എപ്പോഴും മുകളിൽ, നോർത്ത് എന്ന് പറഞ്ഞാൽ വടക്ക്, സൗത്ത് താഴെ, തെക്ക്, ഈസ്റ്റ് റൈറ്റ് സൈഡിൽ, കിഴക്ക്, ആൻഡ് വെസ്റ്റ് ലെഫ്റ്റ് സൈഡിൽ, പടിഞ്ഞാറ്. ഓക്കെ, ഇനി ഇവിടെ നോക്കാം നമുക്ക്. എക്സിന് കിഴക്കാണ് വൈ. അപ്പോൾ എക്സിന് നമ്മൾക്ക് സെൻറ്ററിൽ കൊടുക്കാം. എക്സിന് കിഴക്കാണ് വൈ. എക്സിന് നമ്മൾ സെൻറ്ററിൽ കൊടുത്തു. എക്സിന് കിഴക്ക്, കിഴക്ക് എന്ന് പറഞ്ഞാൽ ഈസ്റ്റ്, കിഴക്കാണ് വൈ. അപ്പോൾ വൈൻ്റെ സ്ഥാനം ഇവിടെയാണ്. നമുക്ക് ഈ കിഴക്കിന് മുകളിലേക്ക് എഴുതാം കേട്ടോ. കിഴക്കിന് ഇവിടെ എഴുതാം. അപ്പോൾ എക്സിന് കിഴക്കാണ് വൈ. അപ്പോൾ വൈൻ്റെ സ്ഥാനം ഇവിടെ. ഓക്കെ, എക്സിന് കിഴക്കാണ് വൈ. ദെൻ അടുത്ത പോയിന്റ്, സെഡിന് വടക്കാണ് എക്സ്. സെഡിന് വടക്കാണ് എക്സ്. അപ്പോൾ സെഡ് ഇവിടെ ഇല്ല, എക്സ് ആണുള്ളത്. അപ്പോൾ സെഡിന് വടക്കാണ് എക്സ് എന്ന് പറയുമ്പോൾ എക്സിൻ്റെ താഴെയാണ് സെഡ് വരേണ്ടത്. സെഡിൻ്റെ വടക്ക് മുകളിലേക്കാണ് വരിക. അപ്പോൾ സെഡ് ഇവിടെ താഴെ കൊടുക്കുക. സെഡ്, അതായത് സെഡിന് വടക്കാണ് എക്സ്. ഓക്കെ, ദെൻ സെഡിന് തെക്കാണ് പി. സെഡിൻ്റെ തെക്കിലാണ് പി. തെക്ക് എന്ന് പറഞ്ഞാൽ താഴോട്ടാണ് വരേണ്ടത്. അപ്പോൾ സെഡിൻ്റെ താഴോട്ട് പി കൊടുക്കാം. പി, സെഡിൻ്റെ തെക്കാണ് പി. ഓക്കെ, ഇനി ലാസ്റ്റ് എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? എങ്കിൽ വൈയുടെ ഏത് ദിശയിലാണ് പി? വൈയുടെ ഏത് ദിശയിലാണ് പി? അപ്പോൾ വൈയിൽ നിന്ന് നമ്മൾ പിയിലേക്ക് ഒരു വര വരയ്ക്കുകയാണെങ്കിൽ ഇതാ നമ്മൾ ഏത് ഡയറക്ഷനിലേക്കാണ് വരച്ചത്? സൗത്തിലേക്കും വരച്ചു, വെസ്റ്റിലേക്കും വരച്ചു. അതായത് സൗത്ത് വെസ്റ്റ്. വൈയുടെ മുകളിലേക്കാണെങ്കിൽ കിഴക്കാണ്, നോർത്താണ്. താഴേക്ക് ആയതുകൊണ്ട് സൗത്താണ്. പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ അത് വെസ്റ്റാണ്. അപ്പോൾ സൗത്ത് വെസ്റ്റ്. സൗത്ത് വെസ്റ്റ് എന്ന് പറയുമ്പം തെക്ക് പടിഞ്ഞാറ്. തെക്ക് പടിഞ്ഞാറ്. ഓക്കെ, തെക്ക് പടിഞ്ഞാറ്. ആൻസർ ഈസ് ഓപ്ഷൻ ഡി, തെക്ക് പടിഞ്ഞാറ്. If you like this video, please like, share and subscribe. Thank you.